ഹായ്. മോഹൻലാൽ ജിത്തു ജോസഫ് ആ ഒരു കോമ്പിനേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്ന ഏറ്റവും പുതിയ സിനിമ നേരെ എന്ന് പറയുന്ന ചിത്രം ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമ ഒരു ഇമോഷണൽ ഡ്രാമ ത്രില്ലർ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരു ചിത്രം കൂടിയാണ്. മോഹൻലാലിന് പുറമെ അനശ്വര, അതുപോലെ തന്നെ സിദ്ദിഖ്, ജഗദീഷ് ഒക്കെ തന്നെയാണ്, ഗണേഷ് കുമാർ ഒക്കെ തന്നെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സിനിമയുടെ ഒരു ഓൺലൈൻ സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി, ആ ഒരു പെൺകുട്ടിയെ ഒരാൾ റേപ്പ് ചെയ്യാണ്. അപ്പം ഇതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്ന് നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കി എടുക്കുക. കാര്യമായിട്ട് സ്പോയിലർ ആക്കണ്ടല്ലോ. ഓക്കെ, ഇനി ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും, ഒരു നൈസ് ആയിട്ടുള്ള ഒരു ഫിലിം തന്നെയാണ്. കാരണം ഈ ഒരു സിനിമയുടെ തിരക്കഥയെ പറ്റിയാണ് ആദ്യമേ ഒന്ന് എടുത്ത് മെൻഷൻ ചെയ്യേണ്ടത്. കഥ എന്നുള്ളൊരു കാര്യം വലിയ മാരകമാണെന്നൊന്നും പറയാൻ സാധിക്കില്ല. ഒരു ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റോറിയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെയും കേൾക്കാത്ത തരത്തിലുള്ള ഒരു കഥയാണ്. പിന്നെ ഒരു ജിത്തു ജോസഫ് സിനിമ എന്നുള്ള രീതിയിൽ നോക്കി കാണുമ്പോഴത്തേക്കും നമുക്കറിയാം, സാധാരണഗതിയിൽ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്കുള്ളിൽ ഒരു സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഘടകങ്ങളൊക്കെ കാണും. ഇത് അങ്ങനെയുള്ള സംഭവങ്ങളുള്ള ഒരു സിനിമയല്ല. ഇതിൻ്റെ കഥ നമുക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലായി. ഈ സിനിമ ഇങ്ങനെ കഥ പറഞ്ഞു പോയി ഇങ്ങനെ അവസാനിക്കുമെന്ന് നമുക്ക് പക്കായിട്ട് മനസ്സിലായി. അങ്ങനെയുള്ള ഈ ഒരു സിനിമ 2.5 മണിക്കൂറിന് മുകളിലുണ്ടെന്ന് തോന്നുന്നു. ഈ സിനിമ നമുക്ക് വലിയ ലാഗൊന്നും ഇല്ലാതെ തന്നെ ഇരുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് ഒരു പ്രധാന ഘടകം എന്നുള്ളത് ജിത്തു ജോസഫ് അദ്ദേഹത്തിൻ്റെ ഒരു തിരക്കഥ തന്നെയായിരുന്നു. ഗംഭീരമായിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അത് സിനിമയ്ക്കുള്ളിൽ കുറേ മൊമെൻറ്റ്സ് ആണ് കേട്ടോ. അതായത് കുറേ സിറ്റുവേഷൻസ് ഉണ്ട്, കുറച്ച് ഡയലോഗ്സ്, ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അതൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലും ആ ഒരു ഇമോഷൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കഥയ്ക്കുള്ളിൽ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സിനിമയായിട്ടൊന്ന് ഹുക്കാകുന്നുണ്ട്. ഓക്കെ, അതാണ് സിനിമയുടെ ആദ്യത്തെ പ്ലസ് പോയിന്റ് എന്നുള്ളത്. കൂടാതെ പെർഫോമൻസ് എന്നുള്ളൊരു കാര്യം എടുത്തു പറയണം. മോഹൻലാൽ എന്ന് പറയുന്ന നടനെ മാത്രമല്ല ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്, അനശ്വര എന്ന് പറയുന്ന ആ ഒരു ആക്ട്രസിനെയും കൂടി എടുത്ത് മെൻഷൻ ചെയ്യണം. ഇതൊരു മോഹൻലാൽ ഷോ ആണെന്നൊന്നും പറയാൻ സാധിക്കില്ല. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു അനശ്വര, അത് ആ ഒരു ആക്ട്രസിൻ്റെ ഒരു ഷോ ആണെന്ന് പറയാൻ സാധിക്കും. അമ്മാതിരി ഒരു കിഡിലൻ പെർഫോമൻസ് എന്ന് പറയാൻ സാധിക്കും. വളരെ നാച്ചുറലായിട്ട് തന്നെ ആ ഒരു കഥാപാത്രത്തെ, ആ ബ്ലൈൻഡ് കഥാപാത്രത്തെ ആ ഒരു കുട്ടി അല്ലെങ്കിൽ ആ ഒരു ആക്ട്രസ് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. കൂടാതെ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെ കേട്ടോ ഈ ഒരു സിനിമ. കാരണം ഒരുപാട് നാളുകളായിട്ട് ഒരു മിസ് ചെയ്ത ഒരു മോഹൻലാലുണ്ട്. ഓക്കെ, ആ ഒരു മോഹൻലാലിനെ ഈ ഒരു സിനിമയിലൂടെ ഒരുപാട് ആളുകൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ്സിലൊക്കെയുള്ള ഒരു ഗാംഭീര്യം ഉണ്ടല്ലോ, കഥ തീർച്ചയായിട്ടും ഈ ഒരു സിനിമയിലൂടെ ഒരുപാട് ഇടങ്ങളിൽ അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അത്രയും ഗംഭീരമായിട്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു സിനിമയിൽ പെർഫോമും ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ സിദ്ദിഖൊക്കെ തന്നെ നമ്മൾ കേട്ട് ശീലിച്ചിട്ടൊക്കെയുള്ള റോളൊക്കെ തന്നെയാണ്, എങ്കിലും നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ജഗദീഷ്, ഗണേഷ് കുമാർ, അങ്ങനെയുള്ള താരങ്ങളൊക്കെ നീറ്റായിട്ടുള്ള പെർഫോമൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ പറയേണ്ടത് ഒന്ന് മോഹൻലാൽ, ഒന്ന് അനശ്വര, രണ്ടുപേരുമാണ് കിടിലമായിട്ടുള്ള പെർഫോമൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഈ ഒരു സിനിമയുടെ ടെക്നിക്കൽ സൈഡിലേക്കൊക്കെ നോക്കി കാണുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം, ഒരു ജിത്തു ജോസഫ് ഫിലിം എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു ഘടകം എന്നുള്ളത് എഴുത്ത് തന്നെയാണ്. നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് ഒക്കെ തന്നെ ഒരു സാധാ ടൈപ്പിൽ തന്നെയാണ്. ഈ ഒരു സിനിമയിലേക്ക് എത്തുമ്പോഴും സിനിമയുടെ മ്യൂസിക് വർക്ക് വിഷ്ണു ശ്യാമാണ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള വർക്കൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ വലിയൊരു മാജിക്ക്, മേക്കിങ്ങിൽ വലിയ മാജിക്കൊക്കെ നടത്തിയിട്ടുണ്ടെന്നൊന്നും പറയാൻ സാധിക്കില്ല. എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. പിന്നെ വലിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, ജിത്തു ജോസഫ് സിനിമ എന്ന് കേൾക്കുമ്പോൾ തന്നെ ക്ലൈമാക്സിൽ കൊണ്ടുവെക്കുന്ന ട്വിസ്റ്റ് എന്നുള്ളതാണ് എല്ലാവരുടെയും ധാരണ എന്നുള്ളത്. അദ്ദേഹം ഓപ്പണായിട്ട് തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു അങ്ങനെയുള്ള സംഭവങ്ങളില്ല എന്നുള്ളത്. പക്ഷേ എന്തോ നമുക്ക് അദ്ദേഹം ജിത്തു ജോസഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ക്ലൈമാക്സിൽ കൊണ്ടുവെക്കുന്ന ട്വിസ്റ്റ് എന്നാണ് ഓർമ്മ വരുന്നത്. എന്തായാലും അങ്ങനത്തെ മാജിക്കുകളൊന്നും ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കാണില്ല. ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റോറിയാണ്, സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള ഒരു കഥയാണെന്നൊന്നും പറയാൻ സാധിക്കില്ല. മറിച്ച് നിങ്ങൾക്ക് തിരക്കഥ, നല്ലൊരു മികച്ച തിരക്കഥയും കാണും. അതിനുള്ളിൽ അത്യാവശ്യം ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ സംഭവങ്ങളും കാണും. പിന്നെ മോഹൻലാൽ, അനശ്വര തുടങ്ങിയവരുടെ ഗംഭീര പ്രകടനവും കാണും. ഇതൊക്കെ മതി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. എന്തായാലും ഞാൻ എന്ത് പ്രതീക്ഷിച്ചോ അത് എനിക്ക് എന്തായാലും സിനിമയിലൂടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ വലിയ സ്റ്റാൻഡേർഡ്സ് ഒന്നും പ്രതീക്ഷിച്ചല്ല പോയത്. കാരണം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഇത് അത്യാവശ്യം ഒരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി സംഭവമാണെന്നുള്ളത്. എന്തായാലും നൈസ് ഫിലിമായിരുന്നു. ഈ ഒരു സിനിമ എനിക്ക് പറയാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് കുടുംബമൊക്കെ ആയിട്ട് പോകാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എന്നുള്ളത് തന്നെയാണ് വസ്തുത. പിന്നെ ഈ ഒരു സിനിമ ഒരു ക്ലീൻ സിനിമയല്ല, ഇതൊരു US സർട്ടിഫൈഡ് പടമാണ്. കാരണം ഇതിനുള്ളിൽ റേപ്പ് എന്നുള്ളൊരു കാര്യം ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമായിട്ട് നിൽപ്പുണ്ട്. അപ്പം അതിന് കാണിക്കേണ്ട കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ എന്തായാലും ഈ ഒരു സിനിമയ്ക്കുള്ളിലുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് വലിയ മുഖം ചൊളിക്കുന്ന രീതിയിൽ തോന്നില്ല. കാരണം അത് അനിവാര്യമാണ്. ഓക്കെ, സിനിമയുടെ ഒരു ഇമോഷൻ എന്ന് പറയുമ്പോഴേ അതാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചകൾ അനിവാര്യമാണ്. അപ്പോൾ അത് മാത്രം ഒന്ന് മൈൻഡിൽ വെക്കുക. എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു 7.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്, 10/7.5. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.